മോളെ ഇവന് ലേശം വെള്ളം കൊണ്ട് കൊടുക്കറാ. രാവിലെ കീഞ്ഞതല്ലേ, ദാഹിക്കുന്നുണ്ടാവൂലേ? ആ ബിജു ഏട്ടാ വെള്ളിന്നപ്പ ആടെ ഇരിക്കും മോനെ കുറച്ച് സമയം. എത്ര സമയമായി കൊത്തുന്ന്? ബിജു മേടെല്ലാം കഴിയാനായില്ലടാ. കണ്ടത്തിലെല്ലാം ഒന്നും പോയി നോക്കൂടേനാ? വിത്തിടാനെല്ലാം ആയോ എന്തെല്ലാന്നൊന്നും അറിയില്ലല്ലോ. കണ്ടം പൂട്ടുന്ന വണ്ടി വരാന്ന് പറഞ്ഞമ്മേ. 2 ദിവസം കൂടി കഴിയട്ടെ, നമുക്ക് നോക്കാലോ. അതെ ഏട്ടാ, വണ്ടി വന്ന ഏട്ടന് നല്ലേനു അല്ലേ? എന്നാ കുറേ അധ്വാനം കുറഞ്ഞിട്ടൂലേ? ഞാനും വരേനു ഏട്ടാ കണ്ടത്തിലെന്നാല്. കഴിഞ്ഞ അതിന് കുറേ ഉണ്ടാ? കുറച്ചും കൂടി ഉണ്ട്. ഓ മോളെ, അരി അടുപ്പത്തിട്ടുവാ? ഇല്ലമ്മേ, വെള്ളം ചൂടാകുന്നല്ലേ ഉള്ളൂ. അരി എടുത്ത് വെച്ചിട്ടുണ്ട്. മോളൊരിക്കൽ പോയിട്ട് അരി അടുപ്പത്തിട്ടെ. ഓ, ഞാൻ എന്നാ വേഗം പോയി അരി എടുത്തമ്മേ. ആ ഓലയെല്ലാം ഒരിക്കൽ തരക്കി വെക്കണ്ടേ? വിറക് കൊണ്ട് കുറച്ച് അടുക്കേ. നല്ലോ പണിയുണ്ട് എനിക്ക്. മോള് ഓല തരക്കി വെച്ചാൽ മതി, അമ്മ കെട്ടിത്തരും. വേണ്ടമ്മേ, ഞാൻ എടുത്ത് വെച്ചോളൂ. അമ്മയും ബിജുവാടിനും ഭർത്താനും പറ. മോനെ ഒരു 15 സാറ് വിത്തിന് ഏൽപ്പിക്കണേ. താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞിട്ട്. ആ അമ്മേ, വേലി വരുന്നതിനിടയ്ക്ക് ഇതും കൂടി ഞാൻ തീർക്കട്ടെ അമ്മ. ആയിക്കോട്ടെ. മോനെ ആ കറി നോക്കീനാ? ഉയ്യന്റെ അപ്പ അത് കരിഞ്ഞു പോയാമ്മോ. ഓളിപ്പം വരും, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. അത് കണക്കന്നെ. ഓക്കെ ഓക്കെ, നാളെ ആ ഫയൽ ഓഫീസിലെത്തി കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. സച്ചിൻ, ഏയ് സച്ചിൻ. എന്താനു? എന്താ സച്ചിൻ ഇത്? മുറ്റത്ത് തുണി വിരിച്ചിട്ടത് കണ്ടില്ലേ? അത് മുഴുവൻ കളർ മങ്ങി പോയില്ലേ? അനു, കറി ആയതേ ഉള്ളൂ, ഞാൻ ഇപ്പൊ എടുത്തു വെക്കാം. സച്ചി, നിന്റെ അമ്മ എവിടെ? എന്തായിരുന്നു രണ്ടുപേർക്കും ഇവിടെ പണി? കുറച്ച് തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു അനു, അമ്മ പാത്രം കഴുകല. എന്തായിരുന്നു മോളെ വിളിച്ചേ? നോക്ക് സച്ചി, നിങ്ങൾക്കറിയില്ലേ ഞാൻ വരുന്ന ടൈം? എനിക്ക് 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ഓഫീസിലെ കാര്യമുണ്ട്, അതിലെടുത്ത് നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടുത്തെ പണി എടുക്കുമല്ലേ വേണ്ടു. പോയിട്ട് ഒരു ഗ്ലാസ് കോഫി കൊണ്ടുപോവാ, തലവേദനിക്കുന്നു. നമ്മളെയെല്ലാം കാലം ഭർത്താവിനെ പേടിച്ചിട്ട് നിൽക്കണേ, ഇപ്പം ഭാര്യേനെ പേടിച്ചിട്ട്. ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു.